ഹായ്, നമ്മളെ ഇഷ്ടമോൾക്ക് എലിമോൾക്ക് സർപ്രൈസ് ആയിട്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ പോവാണ് കേട്ടാ. നമ്മളെ വീഡിയോ കാണുന്നവർക്ക് അറിയാം, നമ്മളെ ഇഷ്ടമോൾക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ. അങ്ങനെ അവൾ തന്നെ നമ്മളെ ഫോണൊക്കെ എടുത്തിട്ട് ആമസോണിൽ നിന്ന് കാർട്ടിലിട്ട ഒരു ഐറ്റമാണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. അവൾ അറിയില്ല കേട്ടാ, ഞാൻ എക്സാം കഴിയാതെ വാങ്ങിയിട്ടില്ല എന്നൊക്കെ അവളോട് പറഞ്ഞതായിരുന്നു. പക്ഷെ അവൾ അറിയാതെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. നമ്മളെ സാധനം നമ്മളെ കയ്യിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താണ് ഐറ്റം, നമ്മൾ അവൾക്ക് കൊടുക്കുമ്പോൾ റിയാക്ഷൻ എങ്ങനെയാണെന്ന് അറിയാം. അതുപോലെ തന്നെ നമ്മൾ എലിമോൻക്ക് സർപ്രൈസ് ആയിട്ട് ഒരു ഐറ്റം വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അവന് കുറേ ആഗ്രഹിച്ച ഒരു സാധനമാണ്. അപ്പോൾ അതാ ഈ ഒരു ബീഡ്സിൻ്റെ ബോക്സാണ് കേട്ടോ നമ്മൾ യശമോൾക്ക് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യാമെന്ന് എനിക്കറിയില്ല, ഇഷമോൾക്കാണ് അറിയാം ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കുക എന്ന് കേട്ടോ. അപ്പോൾ അവളോട് തന്നെ നമുക്ക് അതിനെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽസൊക്കെ നമുക്ക് അവളോട് തന്നെ ചോദിച്ചു നോക്കാം. ഇത് കൊടുക്കുമ്പോൾ ഇഷമോളെ റിയാക്ഷൻ എങ്ങനെയുണ്ടെന്ന് നമുക്ക് കാണാം കേട്ടോ. അതിന് ശേഷം നമുക്ക് എമിൻ്റെ ഗിഫ്റ്റ് കാണാം. ഓക്കെ, വാ. അപ്പോൾ ഇഷക്ക് നാളെ പരീക്ഷയാണ് കേട്ടോ. അവൾ പഠിക്കുന്നതാണോ നമുക്ക് നോക്കാം. വാ ഇഷ, ഈ മൈക്ക് നീ എന്തോ ചെയ്യുന്നത്? നാളെ ഏതാ പരീക്ഷ? പഠിച്ചു കഴിഞ്ഞാ? ഈ പരീക്ഷക്ക് നീ നല്ല മാർക്ക് വാങ്ങുവോ? ഉറപ്പാണോ? അങ്ങനെയാണെങ്കിൽ കണ്ണടക്ക ഒരു സാധനം തന്നെ. അതൊക്കെ ഞാൻ വാങ്ങി. നീ എന്തായാലും ഇത് ഒരുപാട് ആഗ്രഹിച്ച സാധനല്ലേ. അപ്പൊ ഇത് എന്തൊക്കെയാണെന്ന് ഇവരോട് പറഞ്ഞു കൊടുക്കുന്നത്? എന്താ സാധനം? ഇത് കുറെ മുത്താണ് വരുന്നത്, പല ഷേപ്പിലും വരുന്നതാണ്, കളർഫുള്ളായിട്ട്. പിന്നെ ഇതോരോ ഷേപ്പും, പിന്നെ ഒരു സിസേഴ്സ്, പിന്നെ ഇവിടെ എന്താണ് ഹെയർ ബൻഡിൻ്റെ ഇതുണ്ട്, 3 ഇതാണ് കാണുന്നത്. പിന്നെ ഇത് നൂല്, പിന്നെ ഹാർഡായിട്ടുള്ളതുണ്ട്, പിന്നെ വലിക്കാൻ റബ്ബർ പോലത്തെ. പിന്നെ ഇവിടെ കുറേ സംഭവം. അത് നമുക്ക് നമ്മൾ ഇഷ്ടമുള്ള ഒരു ലെറ്റേഴ്സൊക്കെ വെച്ചിട്ട് നമ്മൾ ബ്രേസ്ലെറ്റ് ഒക്കെ ഉണ്ടാക്കാം. പിന്നെ ഹെയർ ബൻഡ് അങ്ങനെ ഉണ്ടാക്കാം. നമ്മൾ ചെയ്യാൻ പൊട്ടിക്കട്ടെ? വേണ്ട വേണ്ട, പരീക്ഷ കഴിഞ്ഞിട്ട് പൊട്ടിച്ചാ മതി. പ്ലീസ് നീ എന്നാ പരീക്ഷക്ക് നല്ല മാർക്ക് വാങ്ങുവോ? ഉറപ്പാണോ? അവരോട് നമുക്ക് ചോദിക്കാം, എന്താ ചെയ്യണ്ടേ ഗൈസ്? കൊടുക്കണോ? അപ്പൊ ഇവിടെ നല്ല മാർക്ക് വാങ്ങാന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് കൊടുക്കാല്ലേ പൊട്ടിക്കാൻ? ഒരു കാര്യമുണ്ട്, നീ ഇതിപ്പോ ഓപ്പൺ ആക്കിയിട്ട് എക്സാം കഴിഞ്ഞിട്ടേ ഇത് ചെയ്യാൻ പാടുള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു വെക്കും. ഓക്കെ ആണോ? ഞാൻ ഇവർക്ക് ഒരു എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കട്ടെ, കാണിച്ചു കൊടുക്കട്ടെ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുമോ ഒരു ഐറ്റം? നോക്കാം. എന്നാ പൊട്ടിച്ചോ. ഓക്കെ ഓക്കെ. അപ്പോൾ അവള് പെട്ടെന്ന് ഗൈസ് നിങ്ങൾക്ക് ഒരു ഐറ്റം ഉണ്ടാക്കി കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ഇവളെ അടുത്ത് നിന്ന് വാങ്ങിയിട്ട് എടുത്തു വെക്കും കേട്ടോ. പിന്നെ നമ്മൾ എക്സാം കഴിഞ്ഞിട്ടേ കൊടുക്കുള്ളൂ കേട്ടോ. അപ്പൊ ഓക്കെ ഓക്കെ, വേഗം ചെയ്യും വേഗം ചെയ്യും, സമയമില്ല. ഇതൊക്കെ നീ എങ്ങനെ കണ്ടത്? നമ്മൾക്ക് യൂട്യൂബിലും കാണാം, എല്ലാ വീഡിയോസിലും എല്ലാവരും അൺബോക്സിംഗ് ഒക്കെ ചെയ്യണ കാണുമ്പോ ഉണ്ടാക്കാൻ എങ്ങനെ ക്രൈസ് ഒക്കെ വന്നത്? അതായിട്ട് തന്നെ ഉണ്ടാവും. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ ഇങ്ങനെ കാണുന്നത്. വീഡിയോസ് യൂട്യൂബിലൊക്കെ അവള് കൂടുതൽ ക്രാഫ്റ്റ് ഐറ്റംസിന്റെ വീഡിയോസ് ആണ് കേട്ടോ കാണാറുള്ളത്. ഇതെങ്ങനെ? അത് ശരി. അപ്പൊ അതൊന്നും അറിയാം. അങ്ങനെ കണ്ട അങ്ങനൊന്നുമില്ല, നമുക്ക് എത്ര വേണ്ട അത്ര ഉണ്ടാക്കാം. കളർഫുൾ ആണല്ലോ ഇത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് കുറെ ലെറ്റേഴ്സ്. ഇത് കൊണ്ടുപോയി ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇതൊക്കെ എന്താ പെൻഡന്റ് അല്ലേ? അങ്ങനെയൊക്കെ പറയാം, പ്രതീക്ഷിക്കുന്നു. മാല നല്ല ഭംഗിയുണ്ടല്ലേ? മാല ഉണ്ടാക്കിട്ട് അതിന് പെൻഡന്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെ ഈ മെർമെയ്ഡിന്റെ വാലാണ്, നല്ല ബ്യൂട്ടിഫുൾ. ഇത് എന്താ പറയാ കടയിലുണ്ടാവും. പിന്നെ ഇത് സ്റ്റാർ ഫിഷ്, നല്ല ക്യൂട്ടായിട്ടുള്ളത്. അപ്പൊ നമുക്ക് വെക്കാം. പിന്നെ ഇത് പറഞ്ഞില്ല ഞാന്, ഇയറിങ്സ് അല്ല, ഹെയർ ബൻഡിന്റെ അറ്റത്ത് വെക്കണാണ്, അല്ലെങ്കിൽ അത് പോകും നമ്മൾ ഉണ്ടാക്കിയത്. ഇയറിങ്സിന്റെ സാധാരണ ബാക്കിലൊക്കെ പിന്നെ രണ്ട് ഞാൻ പറഞ്ഞില്ല. ഇതെന്താ സംഭവം? ഇതെന്താ പിങ്ക് കളർ നൂല്? ഇതാണ് പറഞ്ഞത് വലിക്കാൻ പറ്റിയ നൂല്. ബ്രേസ്ലെറ്റ് ഒക്കെ ഉണ്ടാക്കണ നൂലായിരിക്കൂല്ലേ? ഇതാണോ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കുന്ന നൂലാണെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ കണ്ടാ അലാസ്റ്റിക് ആണ്. പിന്നെ ഇത് മറ്റേ
ഈറുമ്പം നൂല് കറിയും, അതായത് ഇതും അതന്നെയാണല്ലോ അങ്ങനെ വലിച്ചാൽ മാലൊക്കെ ഉണ്ടാക്കുന്ന നൂലാണ് കേട്ടോ. 2 ടൈപ്പ് 2 കളറാണെന്നുള്ളേ, രണ്ടും സെയിം സാധനം തന്നെയാണ്. പിന്നെ ഇവിടെ പിങ്കും വൈറ്റും കളറും. നമ്മൾ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ ഇങ്ങനെ വെക്കാം, അല്ലെങ്കിൽ നമുക്ക് കാണാൻ. ബാക്കിയുള്ളൊക്കെ ബീഡ്സ് ആണല്ലേ, പല കളേഴ്സിലുള്ള ബീഡ്സ്. അപ്പൊ ഇവർക്ക് വേണ്ടിട്ട് എന്താ ഉണ്ടാക്കാൻ പോകുന്നത്? പെട്ടെന്ന് ഉണ്ടാക്കണേ, അധികം ടൈമില്ല. ഓക്കെ, ഞാനിപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് എൻ്റെ പേരിലുള്ളൊരു ബ്രേസ്ലെറ്റ് ഉണ്ടാക്കി കാണിച്ചു കൊടുക്കാം. നമുക്ക് എത്ര ഇത് വേണം നോക്കാം. ഞാൻ വൈറ്റ് കളർ ഇട്ടെടുത്തത്. ഫസ്റ്റ് നമ്മൾ സൈസ് നോക്കണം. എമിമോൻ ഇവിടെ ചിത്രം വെച്ചോണ്ടിരിക്കട്ടെ, ഇതൊന്നും അറിഞ്ഞിട്ടില്ല. എമിമോനെ, എനിക്കെന്താ ഗിഫ്റ്റ് വേണ്ടേ? എനിക്ക് ഗിഫ്റ്റ് വേണോ? എന്നാ വാ എണീക്ക്. അപ്പൊ ഇഷങ്ങൾക്ക് വേണ്ടിട്ട് ബ്രേസ്ലെറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കാണ്. അപ്പോഴത്തേക്ക് നമുക്ക് എമിമോന്റെ ഗിഫ്റ്റ് കൊടുക്കാം. ഇഷ പെട്ടെന്ന് ഉണ്ടാക്കൂലേ ഞങ്ങൾ പോയി വരുമ്പോത്തിന്? യെസ്. ഓക്കെ, അപ്പൊ കാണാം. അപ്പൊ എമിമോന് നമ്മൾ കൊടുക്കാൻ പോകുന്ന ഗിഫ്റ്റ് ബോക്സിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ഈ പഞ്ചാണ് കേട്ടോ. അത് ഒരുപാട് ആഗ്രഹിച്ചൊരു മുതലാണ് കേട്ടോ. കാരണം ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഡെക്കാത്ലോണിൽ പോയപ്പോൾ അവന് വാശി പിടിച്ച് കരുതുന്നു വാങ്ങിത്തരാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് വലിയ ആൾക്കാരുടെ സൈസായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമ്മൾ അവനക്ക് വാങ്ങിക്കൊടുത്തിട്ടില്ലായിരുന്നു. ആൾ നല്ല കരഞ്ഞി കൊളാക്കിയിട്ടാണ് പോകുന്നത് അവിടെ നിന്ന് കേട്ടോ. അപ്പം നമ്മൾ അവനെ അറിയാതെ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്താണ് കേട്ടോ. അത് കൊടുത്തോക്കാം, വരും. നമുക്കിത് ഇവിടെ സെറ്റ് ചെയ്തിട്ട് എമിമോൻ ഇങ്ങോട്ടേക്ക് വിളിച്ചോണ്ട് കേട്ടോ. വാ, എമിമോന്റെ ഗിഫ്റ്റ് നമ്മൾ കാണിക്കാൻ പോവുകയാണ്. എമിമോനെ എത്താനായി. എമിമോനെ എന്താ ഗിഫ്റ്റ് എന്ന് അറിയോ? അപ്പൊ കണ്ണുറക്കല്ലേ എമിമോനെ? തുറക്കാണ്. എന്താ സാധനം എമിയെ? എനിക്ക് ഇഷ്ടാണോ? ഇഷ്ടപ്പെട്ടാ? നോക്ക്, തുറന്നോക്ക്. ഇതെന്താ സാധനം? ഹെൽമെറ്റോ? ഇതെങ്ങനെ ഇടുക? കുഞ്ഞു ബോക്സ് ആവട്ടോ, വലിയ ആളാവുമ്പോ അല്ലേ? ഇപ്പൊ നമ്മള് ബോക്സർ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. മോനക്ക് എന്താ ഇന്നെ അടിക്കുവോ? ഇതുകൊണ്ട് ഇന്നെ അടിക്കരുത് കേട്ടോ. അപ്പൊ ഇനി വീഡിയോസ് ഒക്കെ എടുക്കാൻ നിന്ന് തരൂലേ നല്ല കുട്ടിയായിട്ട്? എന്താ അത്രേ ഉള്ളൂ സ്ഥലം. ഇപ്പൊ കേറിയാ, ഫുള്ള് കേറിയാ? ഓക്കെ, നീ കാണിച്ചു കൊടുത്ത അവർക്ക് കാണിച്ചെടുക്ക്. ഇങ്ങനെ എങ്ങനെ ബോക്സർ ചെയ്യാ കാണിച്ചെടുക്ക്. അപ്പൊ ഇനി ഇത് നമുക്ക് ഇവിടെ തൂക്കട്ടാ. അപ്പൊ ഇനി ഈ ഒരു സാധനം തൂക്കാനുള്ള ഒരു ഐഡിയ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് കേട്ടാ. ശ്രീമോന്റെ പണ്ടത്തെ തൊട്ടിലാണ് ഇട്ടത്. അപ്പൊ ഇതിലിങ്ങനെ ഇട്ട് കൊടുക്കാം. എമിമോനെ, അപ്പൊ ഇനി ഇടിച്ചോ? ഇടിക്ക് ഇടിക്ക്. അയ്യോ, ഒരു ഇറക്കണ്ട് ഒരു മിനിറ്റേ, ഞാൻ പിടിക്കാം. എമിക്കുട്ടന് ഇഷ്ടപ്പെട്ടാ? എന്റെ കണ്ടിരിക്കേ. താങ്ക് യു ചേച്ചി. പഠിക്കൂലേ? അപ്പൊ നമ്മളെ ഇഷമോള് എന്തായി ചെയ്തിട്ട് എന്തായി നമുക്ക് പോയി നോക്കാം. ഇഷമോളെ കഴിഞ്ഞോ? തീർന്നാ? കെട്ടിയിട്ടില്ലേ? കെട്ടാനുള്ളൂ, ഞാൻ കെട്ടി തന്നെ. അപ്പൊ ഇതാ ഇഷമോള് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മള് പറഞ്ഞ പോലെ തന്നെ കുറച്ച് സമയം കൊണ്ടാണ് കേട്ടോ അവള് റെഡി ആക്കിയിട്ടുള്ളത്. ഇഷ എന്നുള്ള പേരൊക്കെ ഉണ്ട് കേട്ടോ. ഇഷ ആ ലെറ്റർ കാണിച്ചു കൊടുക്ക്. നല്ല ക്യൂട്ടായിട്ടുണ്ട് അല്ലേ? പെട്ടെന്നായതുകൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ അലാസ്റ്റിക്കാണ്, ഇങ്ങനെ ഇങ്ങനെ വലിക്കുന്നതാണ് അത്. അതുകൊണ്ട് കുഴപ്പമില്ല. ഏറ്റവും കൂടുതൽ പാടുപെട്ടത് ഇത് കെട്ടാനാണ്. അപ്പൊ ഇനി ഇൻഷാല്ലാ ഈ വെക്കേഷനിൽ ഞങ്ങൾ ഇങ്ങനത്തെ കുറെ ഐറ്റംസ് ഉണ്ടാക്കിയിട്ട് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അത് മാത്രല്ല, എന്താ പറയാ, നമ്മള് പേര് എഴുതിയാൽ മതി, ഞാൻ ഉണ്ടാക്കി തരാം.
അതെ അതെ, ആർക്കൊക്കെ വേണ്ടതെന്ന് കമൻറ്റ് ചെയ്തോളിട്ടോ. അപ്പോൾ ഏഷ്യ ഇതിൻ്റെ ബിസിനസ് ഇങ്ങനെ തുടങ്ങിയാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ പരീക്ഷയ്ക്ക് എല്ലാം പഠിക്കണം കേട്ടാ. പഠിക്കൂലേ? എന്നാ ഇവരെ മുന്നിൽ നിന്നാണ്. അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയോ, നിന്റെ പേപ്പർ ഞാൻ ഇവർക്ക് കാണിച്ചു കൊടുക്കും. പരീക്ഷ പേപ്പർ പഠിക്കൂലേ? നല്ല മാർക്ക് വാങ്ങൂലേ? അപ്പം ഇന്ന് ഇത്രയൊക്കെ ഉള്ള വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.